ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ സുജിത്ത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്കൊപ്പം ഉണ്ടെന്ന് തോന്നുന്നു. ഇതുവരെയുള്ള വിലയിരുത്തൽ ഒരു പക്ഷേ അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കും. അതെ, സുജിലേക്ക്. ശ്രീജ, ഉള്ളൂർ, ഇവിടെ ഞാനിപ്പോൾ കലോത്സവ വേദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ്, അതായത് ഭക്ഷണപ്പുരയിൽ പ്രധാന വേദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഉച്ചയ്ക്ക് നമ്മുടെ ഈ പഴയിടത്തിന്റെ രുചിയിടത്തിലാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഗാനമേളയടക്കമുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അധ്യാപകരൊക്കെ തന്നെയാണ് ഗാനമേളയിൽ പാടുന്നത്. വലിയ ഗായകരെ പോലെ തന്നെ പ്രൊഫഷണൽ ഗാനമേളയെ തോൽക്കുന്ന രീതിയിലുള്ള ഗാനമേളയാണ്. അതുപോലെ തന്നെ ഈ ഗാനമേള ആസ്വദിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മന്ത്രി നമ്മോടൊപ്പം ചേരുകയാണ്. മന്ത്രി, കലോത്സവത്തിലെ ഭക്ഷണത്തിന്റെ ഈ പഴയിടത്തിന്റെ രുചിയിടത്തിലെ ഉള്ള ഒരു തിരക്ക്, ആ തിരക്കിനെ ഉള്ള ഒരു പാട്ടും മേളവും ഒക്കെയായി ഇവിടെയും കലോത്സവം ഒരു ആഘോഷമൊക്കെയാണ്. ജനങ്ങളാകെ തന്നെ കലോത്സവത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഓണത്തിനാണല്ലോ നമ്മൾ സദ്യ വിളമ്പുന്നത്. ആ സദ്യയേക്കാൾ ഗംഭീരമാണ്. ഇവിടെ കലാപരിപാടിയുണ്ട്, അച്ചടക്കത്തോടുകൂടിയും ചിട്ടയോടുകൂടി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പരാതിയില്ല. ഇന്നലെ തന്നെ 16,000-ലധികം വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പി. രാത്രി 1 മണി വരെ ഭക്ഷണം വിളമ്പി. അപ്പോൾ ഒരു പരാതിയില്ല. അങ്ങനെ ആരെങ്കിലും പറയണമെങ്കിൽ അത് ബോധപൂർവം പറയുന്നതാണ്. മാത്രമല്ല മന്ത്രി, പായസം, വിവിധ രുചികളിലുള്ള പായസങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇനി ചില ആളുകൾ നടത്തുന്ന പായസം മാത്രമല്ല, അവിയല്, തോരൻ, സാമ്പാറ്, മോര് എല്ലാം ഒന്നിനൊന്നിന് മെച്ചമാണ്. നമ്മുടെ തിരുവിതാംകൂറിന്റെ ഒരു രുചിയുണ്ട്. ആ ഒരു രുചിയുടെ കൂട്ടത്തിൽ തിരുവിതാംകൂറിന്റെ രുചിയാണ്. അതെ അതെ. അപ്പൊ മലബാർ സൈഡിൽ നിന്നുള്ള ഈ രുചിയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്. അവർക്കിത് പുതുമയായിട്ട് ഇഷ്ടമാണ്. അവരാദ്യം കഴിക്കല്ലേ, അതുകൊണ്ട് അവർക്ക് ഇഷ്ടമാണ്. കലോത്സവത്തിന്റെ 2ാം ദിവസത്തേക്ക് എത്തുമ്പോൾ മേള എങ്ങനെയാണ് മന്ത്രി വിലയിരുത്തുന്നത്? എല്ലാം ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ്. വർഗ ഭോജന പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കൂടെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ഒരു പരാതിയില്ല. കൊല്ലം മേള ഗംഭീര മേള തന്നെ. കൊല്ലം മേള ചരിത്രത്തിന്റെ ഭാഗമാകും. അതായത് കൊല്ലം മേള ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. അത് 2ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. നമ്മളൊപ്പം തന്നെ ഈ പാചകപ്പുരയുടെ ഭക്ഷണപ്പുരയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് കുണ്ടറയുടെ MLA PC വിഷ്ണുനാഥാണ്. ആ MLAയുടെ ആ ചുറുചുറുക്കും യുവത്വവും ആ മേളയിലെ മൊത്തത്തിൽ ഈ ഭക്ഷണപ്പുരയിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. MLA, എങ്ങനെയുണ്ട് 2ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ? നന്നായി പോകുന്നു. എല്ലാവരും വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഇവിടുന്ന് മടങ്ങുന്നത്. കൃത്യമായി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നുണ്ട്. രുചികരമായ ഭക്ഷണമാണ്. മന്ത്രി എല്ലാ ദിവസവും കുട്ടികളോടൊപ്പം ഇവിടുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത്രയും കുട്ടികളും പേരൻസും ടീച്ചേഴ്സും മീഡിയയും എല്ലാം വന്നിട്ടും ഒരാൾക്കും ഒരു പരാതിയില്ലാതെ നമുക്ക് ഭക്ഷണം കൊടുത്ത് വിടാൻ കഴിയുന്നുണ്ട്. പാചകപ്പുരയിലെ ഒരു കാരണവരുടെ സ്ഥാനത്ത് തന്നെയാണ് പഴയിടം നമ്പൂതിരിയാണ് ഭക്ഷണം ഒരുക്കുന്നത്. ഞങ്ങളത് ആർക്കും പരാതിയില്ലാതെ എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ്. മറ്റൊന്ന്, പാചകപ്പുരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇവിടെ ഈ പാചകപ്പുരയിൽ അല്ലെങ്കിൽ ഭക്ഷണശാലയിലെ ഈ പാട്ട് തന്നെയാണ്. മധുരം നിറഞ്ഞ ആ സദ്യക്കൊപ്പം ഒരു ഇരട്ടി മധുരം പോലെ ഒരു സംഗീത സദസ്സ്. 2 സദ്യയാണ്. അവിടെ ഒരു സദ്യ, ഇവിടെ സംഗീത സദ്യ. 2 സദ്യയും കൂടെ കൊടുക്കുകയാണ് നമ്മള്. സംഗീത സദ്യയിൽ ഞങ്ങൾക്ക് വേണ്ടി ഈ പാട്ട് കഴിയുമ്പോൾ MLA ഒരു 2 വരി പാടണമെന്നാണ് ഞങ്ങളുടെ. ഈ ബഹളം കഴിഞ്ഞിട്ട് ഞാൻ പാടാം അമൃതയ്ക്ക് വേണ്ടിയിട്ട്. MLA അമൃതയ്ക്ക് വേണ്ടി ഒരു 2 വരി പാടാമെന്ന് MLA ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഭക്ഷണപ്പുരയിലാണ്. ഭക്ഷണപ്പുരയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ ഗംഭീര രീതിയിലുള്ള പാട്ടാണ്. ഇപ്പോൾ അദ്ദേഹമുണ്ട്. നമുക്ക് അവരോട് തന്നെ ആവശ്യപ്പെടാം. ദാണ്ടെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആവശ്യപ്പെടാം. നിങ്ങൾ നമുക്ക് വേണ്ടി MLA PC വിഷ്ണുനാഥിനെ 2 വരി പാടാൻ വേണ്ടി ക്ഷണിക്കണമെന്നുള്ളതാണ്. MLA 2 വരി പാടിയിട്ട് ലൈവാണ്. മന്ത്രി പാട്ടുകാർക്ക് MLA നന്ദി പറയുകയാണ്. മന്ത്രി നന്ദി പറയുകയാണ്. ഇതിനുശേഷം 2 വരി നമുക്ക് വേണ്ടി PC വിഷ്ണുനാഥ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഒരു 2 വരി പാടുകയാണ്. നമുക്ക് ആ പാട്ട് കൂടി MLAയുടെ 2 വരി കൂടി കേൾക്കാം.
അമൃത TV പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ ഒരു അഭ്യർത്ഥന കൂടി മാനിച്ചുകൊണ്ടാണ് MLA ഇപ്പോൾ ഈ വേദിയിൽ പാടാൻ പോകുന്നത്. MLAക്കൊപ്പം പാചകപ്പുരയിലെ സംഘാടകരൊക്കെ തന്നെ ഇവിടെയുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. എല്ലാ ദിവസവും ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം നോക്കി വിലയിരുത്തി കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിച്ചാണ് എല്ലാ ദിവസവും മടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇന്ന് ഈ സാംസ്കാരിക സദ്യയിലുമുണ്ട്. 2 സദ്യയാണ് ഇവിടെ വിളമ്പുന്നത്. അവിടെ ഒരു സദ്യ, ഇവിടെ ഒരു സദ്യ. ഇവിടെ കലയുടെ സദ്യയാണ്. രുചിയിടത്തിൽ 2 സദ്യയാണ്. ഇത് കലയിടവും രുചിയിടവുമാണ്. അപ്പോൾ അമൃത TV നമ്മളോട് ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു ചെമ്പനീർ പൂവിരുത്ത് ഞാനോമലേ ഒരു വേണ നിന്നേർക്കു നീട്ടില്ല. ഒരു ചെമ്പനീർ പൂവിരുത്ത് ഞാനോമലേ ഒരു വേള നിന്നേർക്കു നീട്ടില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി നിനക്കായി സുഗന്ധം പരത്തുന്നതായി നിനക്കായി പറയൂ നീ പറയൂ.